എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു മസാല ദോശ തയ്യാറാക്കിയാലോ? കടയിലും മറ്റും കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ മസാല ദോശ തയ്യാറാക്കാം. കുറച്ച് ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ട് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഉടച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് 2 സവാള വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, 2 ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കണം. ചൂടായ ശേഷം നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം പച്ചമുളകും ഇഞ്ചിയും അതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഇനി അതിലേക്ക് ക്യാരറ്റ് ചേർത്ത് വഴറ്റാം. ക്യാരറ്റ് ഏകദേശം വഴണ്ട് വന്ന ശേഷം നമുക്ക് സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് വഴറ്റാം. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അധികം മൂത്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഏകദേശം വഴണ്ട് വന്നാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് അല്പം കൂടുതലായിട്ട് ചേർക്കണം കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ അതിലും കൂടെ പിടിക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് കുറുകി വരുമ്പോൾ നമുക്ക് ഉടച്ചു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ദോശയ്ക്ക് വേണ്ട മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. അതിനായിട്ട് ദോശച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം നൈസായിട്ട് ചുട്ടെടുക്കണം കേട്ടോ ദോശ. ഇനി നമുക്കതിലേക്ക് അല്പം നെയ്യ് തടവി കൊടുക്കാം. ഏകദേശം ദോശ വെന്ത് വന്ന ശേഷം വേണം നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കാൻ. ഇനി നന്നായിട്ട് ഈ ദോശ ചുവന്ന് വരണം കേട്ടോ. നല്ല ചുവന്ന് ഗോൾഡ് നിറമാകുമ്പോൾ നമുക്ക് മസാലക്കൂട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ നല്ലതുപോലെ മൊരിഞ്ഞ് വരണം ദോശ. ഇനി ഏത് രൂപത്തിൽ വേണം നമുക്ക് ഇതിനെ മടക്കിയെടുക്കാം. മസാല ദോശ അങ്ങനെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും.
അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.